എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പ് സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ആൻഡ് തമ്മിലിൽ നിന്നിട്ടും പിന്നെ നമ്മുടെ ടൈറ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്ലാം സ്റ്റോറി എന്നുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗ് ആണെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രീഫിംഗ് തരാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗിൽ ആരാ കൂടെ ഉള്ളേ? നേരെ ഇരുന്നേ, ആരാ കൂടെ ഉള്ളേ? ആരാ? ഉണ്ണിക്കുട്ടിയാണോ? പിന്നെ ആരാ? അമ്മ എപ്പോഴും ഇല്ലേടാ. അപ്പൊ ഇന്ന് കുഞ്ഞ് ഗസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താ കാര്യം എന്നൊക്കെ പറയാം. നേരെ നോക്കിയിരിക്കും. അപ്പൊ ഒരു കുഞ്ഞ് എടാ നേരെ ഇരിക്കും. ഇന്ന് വീഡിയോയിലേക്ക് കടക്കണേ മുന്നേ ഇന്ന് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ അപ്ഡേറ്റ് പറയാം. ഇത് വളരെ റീസെന്റ് ആയിട്ട് ഇന്നലെ വാങ്ങിച്ചതാണ് ഞാനിത്. ഇത് ലാക്മേന്റെ ഈ 925 ഇല്ലേ, ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് അല്ലേ, അല്ല കളർ, ലിപ്പ് ആൻഡ് ചീക്ക് കളർ. അതിന്റെ കൊക്കോ സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് ഓക്കെ അമ്മ പറയട്ടെ. അപ്പൊ ഇനി നമുക്ക് ഗ്ലാം സ്റ്റോറിനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തരാം. ഇതിനെ പറ്റിയുള്ള ബാക്കി ഡിസ്ക്രിപ്ഷൻസ് മുഴുവനും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഗ്ലാം സ്റ്റോറിക്കകത്ത് 5 വേരിയൻസ് ഉണ്ട്. 3 ബ്യൂട്ടി ബോക്സും 2 സോപ്പ് ബോക്സും ഉണ്ട്. 3 ബ്യൂട്ടി, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്തിട്ടുണ്ട്. 3 ബ്യൂട്ടി ബോക്സും 2 സോപ്പ് ബോക്സും ഉണ്ട്. അതാണ് 5 ബോക്സസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് ബോക്സ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് സോപ്പ് ബോക്സ് ആണ്. അതിനകത്ത് 249 സോപ്പ് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. പിന്നെ അതാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 499 ക്യൂറേറ്റ് യുവർ ഓൺ സോപ്പ്. അതായത് നമുക്ക് വേണ്ട സോപ്സ് ചൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഓൺ സബ്സ്ക്രിപ്ഷൻ ബോക്സ് ബിൽഡ് ചെയ്യാം. അപ്പൊ അതിന് 499 റുപ്പീസ് ആണ്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് 249 സോപ്പ് ഫോർ ഓൾ എന്നിട്ടൊരു റേഞ്ച് ആണ്. ഈ സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹാൻഡ് മെയ്ഡ് ആൻഡ് ഓർഗാനിക് സോപ്പാണ്. പിന്നെ എല്ലാം നല്ല സ്കിൻ കെയർ റേഞ്ച്, നല്ല സ്കിൻ കെയർ സോപ്പാണ് എല്ലാം. പിന്നെ എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനകത്ത് കെമിക്കൽസ്, പാരബൻസ്, സൾഫേറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാ സ്കിൻ സ്റ്റോൺസിന് വേണ്ടിയുള്ള എല്ലാ സോപ്സും ഇതിനകത്തുണ്ട്. ഇപ്പൊ അതായത് ഇപ്പോൾ വാവയ്ക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബേബി സോപ്പ് ഉണ്ട്, ആക്നി പ്രോൺ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഉള്ളതുണ്ട്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ട്, പിന്നെ ടാൻ മാറാൻ വേണ്ടിയുള്ളത്. അതായത് ഒരു ഫാമിലിക്ക് വേണ്ടിയ എല്ലാ ടൈപ്പും ഒരു സോപ്പ് ഫോർ ഓൾ എന്ന് പറയുമ്പോൾ തന്നെ പോവല്ലേ, സോപ്പ് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ടൈപ്പ് സോപ്സും എല്ലാവർക്കും ഒരു ഫാമിലിയിൽ എന്തൊക്കെ ടൈപ്പ് സോപ്പ് വേണോ അതൊക്കെ ടൈപ്പ് സോപ്സ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് COD അവൈലബിൾ ആണ്. പിന്നെ ഫ്രീ ഷിപ്പിംഗും ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണല്ലോ. പിന്നെന്താ, എന്തൊക്കെ ടൈപ്പ് പ്ലാൻസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ 2 പ്ലാൻസ് ഉള്ളൂ. 2 പ്ലാൻസ് ഉണ്ട്. ഒന്ന് 1 മന്തിന്റെ പ്ലാനും പിന്നെ 3 മന്ത്സിന്റെ പ്ലാനും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പാക്കേജിംഗിൽ നല്ല സെക്യൂർഡ് ആയിട്ട് നല്ല ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ഈ ഗ്ലാം സ്റ്റോറീസിന്റെ സോപ്പ് ഫുൾ വന്നേക്കുന്നത്. ഞങ്ങളിത് എക്സൈറ്റ്മെന്റ് കാരണം തുറന്നു കേട്ടോ, സോപ്പ് ബോക്സ് ആയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റും. ബിക്കോസ് എനിക്ക് ഹാൻഡ് മെയ്ഡ് സോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ടേ, ഇങ്ങനെ നിറച്ച് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഇങ്ങനെ ബബിൾ റാപ്സ് മാറി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാ കാണിച്ചു കൊടുക്കും, എങ്ങനെയാ ഉണ്ടാവുക കാണിച്ചു കൊടുക്കും. നിക്ക് ഇങ്ങനെ ഈ കവർ അധികം കാണിച്ചു കൊടുക്കും കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാഗിന്റെ അകത്താണ് സോപ്സ് വന്നേക്കുന്നത്, ഹാൻഡ് മെയ്ഡ് സോപ്സ് വന്നേക്കുന്നത്. ഓരോന്ന് ഓപ്പൺ ആക്കി കൊടുക്കും എല്ലാവർക്കും. ഇത് തുറക്കും ആദ്യം. ഓരോ സോപ്സ് ഇനി ഞങ്ങളെടുത്ത് കാണിച്ചു തരാം കേട്ടോ, അല്ലേ. 2 പേപ്പേഴ്സ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ എന്തൊക്കെ സോപ്പാണുള്ളത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. കണ്ടോ, ഗ്ലാം സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ സോപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ബേബി സോപ്പ് വിത്ത് നോ ടിയർ ഫോർമുല, അപ്പൊ കുട്ടികൾക്ക് കണ്ണെരിയില്ല. ആക്നെ ആൻഡ് പിമ്പിൾ സോപ്പ്, സ്കിൻ വൈറ്റനിങ് സോപ്പ്, കോഫി സ്ക്രബ് സോപ്പ് ആൻഡ് ഗ്ലിസറിൻ സോപ്പ്. ഇത്രയും സോപ്പാണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത്. ഇനി ഇതിന്റെ ഈ 5 സോപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് അടുത്തൊരു പേജിന്റെ അകത്തുള്ളത്. അപ്പൊ ഞങ്ങൾ ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് സോപ്പ് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കണ്ടോ, ഇതാണ് ഫസ്റ്റ് സോപ്പ്. ഇത് മിക്കീന്റെ ഷേപ്പിലുള്ള സോപ്പാണ്. ഇതാണ് ബേബി സോപ്പ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സോപ്പാണിത്. കണ്ടോ, ഇത് നോ ടിയർ ആണ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കണ്ണൊന്നും ഇരിയത്തൊന്നും ഇല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു കെമിക്കൽസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാം, കെമിക്കൽസും ഒന്നും ഇല്ലാത്ത സോപ്പാണ്, ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അപ്പൊ ഇത് ഭയങ്കര സേഫ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ വരും കുളിക്കാൻ വേണ്ടി ഓടി. നിന്റെ ഫേവറേറ്റ് കാണിച്ചു കൊടുക്കും.
ഇവന്റെ ഫേവറേറ്റ് ആണ് ഈ ബ്ലൂ ഗ്ലിസറിൻ സോപ്പ്. കണ്ട, ഈ ബ്ലൂ ഗ്ലിസറിൻ സോപ്പ് കണ്ടപ്പോ മുതലേ ഇത് ഇവിടെ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് ഈ സോപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഇത് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് ബ്ലൂ ഗ്ലിസറിൻ സോപ്പ്. അപ്പൊ ഇതാണ് ബ്ലൂ ഗ്ലിസറിൻ സോപ്പ്. ഇത് സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ വേണ്ടിയുള്ള നല്ലൊരു സോപ്പാണ്. പിന്നെ ഗ്ലിസറിൻ പൊതുവേ നമ്മുടെ സ്കിന്നിന് നല്ലതാണല്ലോ. അപ്പൊ അതാണ് നെക്സ്റ്റ് സെക്കൻഡ് സോപ്പ്. ഇനി തേർഡ് സോപ്പ് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മളുടെ തേർഡ് സോപ്പ്. ഇത് വന്നിട്ട് ആന്റി ടാൻ സോപ്പാണ്. ഇതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം, ബിക്കോസ് ഇത് നല്ല സോപ്പാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഡെമോ ഞാൻ എന്തായാലും കാണിച്ചു, ഇത് വർക്ക് ആവാനുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കാം. ഇത് ബ്രൈറ്റനിങ് ഗ്ലിസറിൻ സോപ്പാണ്. നല്ല അമേസിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് കാണിച്ചു കൊടുക്കും ബാബ. ഇതുണ്ടോ, ഇതൊരു സ്റ്റാർ ഷേപ്പ് കോഫി അങ്ങനെ ഗ്ലോ കോഫി സ്ക്രബ് സോപ്പാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കോഫിയും വേറെ പല ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമുക്കറിയാം കോഫി നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലൊരു സാധനമാണെന്ന്. അപ്പൊ അത് കോഫി ഇത് സ്ക്രബിങ് സോപ്പാണ്. ഇത് കണ്ടോ, സ്റ്റാർ ഷേപ്ഡ്. നെക്സ്റ്റ് ലാസ്റ്റ് സോപ്പ് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. കണ്ട, ഇത് എന്ത് സോപ്പാന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. കാണിച്ചെടുക്കും. കണ്ട, ഇതൊരു സ്റ്റാർ ഷേപ്പ് സോപ്പാണ്. ഇതും ഒരു സ്റ്റാർ ഷേപ്പ് സോപ്പാണ്. ഇത് നീം ആൻഡ് തുളസി സോപ്പാണ്. ഇത് മെയിൻലി ഫോർ ആക്നെ പ്രോൺ സ്കിൻ ആണ്. അങ്ങനെ നല്ല അമേസിംഗ് ആയിട്ടുള്ള ഒരു 5 സോപ്സ് ആണ് നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ളത്. അപ്പൊ നമുക്ക് ഡെമോ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പുള്ള സോപ്പാണ് ആന്റി ടാൻ സോപ്പ്. ഇത് നന്നായിട്ട് ലാദർ ചെയ്യണ സോപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് കാണിക്കുകയാണ്. നന്നായിട്ട് ലാദർ ചെയ്യാനുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇത് കുറച്ചു നേരം മസാജ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തത്. അപ്പോൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി ആൻഡ് ചെറിയ ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഗ്ലാം സ്റ്റോറി സോപ്പ് ബോക്സിന്റെ അൺബോക്സിംഗ് വീഡിയോ വിത്ത് കുഞ്ഞാവ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായോന്ന് ചോദിക്കും എല്ലാവരും. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്യണം അല്ലേ? അപ്പൊ വാവയായിട്ടുള്ള ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ then please don't forget to give this video a big thumbs up and see you on my next video. Bye bye.